ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ ഹാളിൻ്റെ ഒരു കാഴ്ചയാണ് കാണിച്ചിരുന്നത്. ഹാളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പലരും പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഇനിയും കാണാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീടിൻ്റെ പല പല വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ ഹാൾ ഇങ്ങനെയാണ്. അതായത് കയറി വരുന്ന ഭാഗത്ത്, അതായത് വീടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഡോറ്. 2 സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ദിവാങ്കോട്ടുണ്ട്, ഒരു ടീപ്പോയ് ഉണ്ട്, പിന്നെ മോന് എറിഞ്ഞുടച്ച അല്ല ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന ഒരു സാധനമാണിത്, റിമോട്ട്. ഇത് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ എല്ലാ വീട്ടിലും എന്നല്ല, ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറ്റലും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള കാഴ്ച. ഓപ്പൺ കിച്ചണാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഓപ്പണായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലൊരു അടുക്കളയിൽ നമ്മളൊരു ഫ്രിഡ്ജ് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കയറി വരുന്ന ഭാഗത്ത് നമ്മുടെ ഒരു പഴയ ഒരു കോണി, 100 വർഷം പഴക്കമുള്ള ഒരു കോണി വെച്ചിട്ടുണ്ട്. കോണിയുടെ കൈവരി എല്ലാം പഴയ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് അതന്നെ മേക്കപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് പഴയ തന്നെ വേണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. നമ്മുടെ ഇവിടെ നേരെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, മച്ചാണിത്. മച്ചിൻ്റെ കാര്യങ്ങൾ ഒക്കെ പഴയ മരങ്ങളാണ്. പഴയ വീടുകൾ പൊളിച്ചെടുത്ത ഒരുപാട് മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പുതിയ ഒരു മരവും നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല, എല്ലാം പഴയ മരങ്ങളാണ്. ഡോറുകളാണെങ്കിൽ എല്ലാം ഫെറോ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡോറിന് 6500 രൂപ, ഈ ഡോറിന് 2300 രൂപ. അതേ ഡോറിനെയാണ് 3 ബെഡ്റൂമിനും കൊടുത്തിട്ടുള്ളത്. ഒരേ ഡിസൈനിലുള്ള 3 ബെഡ്റൂം. ഇതിപ്പോൾ റൗണ്ടായിട്ട് കാണുന്നില്ല, വേറൊന്നല്ല, നമ്മുടെ ഇവിടെ ജാളിയിൽ നിന്ന് രാവിലെ ഉദയസൂര്യൻ വരുന്നതാണ്. അതായത് കിഴക്ക് ഭാഗത്തു നിന്നുള്ള സൂര്യൻ അടിച്ച് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ ഇവിടെ 1-2 കൃഷ്ണൻ്റെ വിഗ്രഹം കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, അവിടെ ആ ഗ്ലാസ് നിങ്ങൾ കണ്ടില്ലേ, മഞ്ഞ ഗ്ലാസ്സാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. വീടുകൾ മുഴുവൻ നമ്മൾ പല പല കളർ ഗ്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മഞ്ഞ ഗ്ലാസ്, അവിടെ ഒരു നീല ഗ്ലാസ്, അങ്ങനെ 2 ഗ്ലാസ്സുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കോട്ടിയാടുണ്ട് താഴെ. നമുക്ക് വെറുതെ ഇതൊരു നടുമുറ്റം നമ്മുടെ വീട്ടിൽ ശാശ്വതം അല്ലാത്തതുകൊണ്ട് നമ്മളൊരു കോട്ടിയാടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു പഴമ ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇവിടെ നമ്മൾ TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ കാര്യം, ഇതൊന്നും മരങ്ങളല്ല, ഇത് സാധാ നമ്മളെ സ്റ്റിക്കറാണ്. 250 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റിക്കറാണത്. ഇത് നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു ബെഞ്ചായിരുന്നു. ആ ബെഞ്ചിനെ നമ്മൾ സാൻഡർ ചെയ്ത് മിനുസപ്പെടുത്തി അടിപൊളിയാക്കി എടുത്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഇത്ര നല്ല കനത്തിലുള്ള ഒരു ബെഞ്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചും പ്ലഗും വൈഫൈയും എല്ലാം കൊടുത്തിട്ടുണ്ട്. വൈഫൈക്ക് ഇവിടെ ഒരു വൈഫൈക്കുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതല്ലേ, നേരെ നമ്മൾ പൊക്കി കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ കാണാം. വൈഫൈയുടെ സാധനങ്ങൾ, ഇതിൻ്റെ കേബിള്, ഇത് കണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹോളിലേക്ക് ഇതിൻ്റെ ഇത് പുറത്തേക്ക് തള്ളി നിൽക്കും. ഇതിൽ കൂടിയാണ് നമുക്കൊരു റേഞ്ച് വരുന്നത്. അതുകൊണ്ട് അത് മാത്രം നമ്മൾ പുറത്തേക്ക് വെച്ചിട്ട് ഫുൾ ഇൻബിൽഡായിട്ടൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്നും നമ്മൾക്ക് വലിയ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു ബോർഡറായിട്ട് നമ്മുടെ കയ്യിലുള്ള മരം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ ആ ഒരു ഡിസൈൻ മതി എന്നുള്ള ഉദ്ദേശത്തിൽ ഒരുപാട് എക്സ്പെൻസ് ആക്കാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് എല്ലാം കൂടി ഒരു 800 രൂപേൻ്റെ അടുത്തേ നമുക്കിത് മൊത്തത്തിൽ എക്സ്പെൻസ് വന്നിട്ടുള്ളൂ. എല്ലാ പണിയും കഴിഞ്ഞിട്ടോ അത്ര എക്സ്പെൻസ് വരുള്ളൂ. ഇതൊരു മരം തന്നെയാണ്, പക്ഷേ ഈ മരം ഇതിൻ്റെ കളർ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു വേറെ കളറാണ്. അതുകൊണ്ടാണ് നമ്മൾ മരത്തിൻ്റെ വേറൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക, എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്, ഓപ്പൺ കിച്ചണിലേക്കാണ്. ഓപ്പൺ കിച്ചണിൻ്റെ മുന്നേ നമ്മൾ ഇവിടെ ഡൈനിങ് ടേബിളായിട്ട് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മരത്തിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് അതേപോലെ നമ്മുടെ ഇവിടെ ബാക്കി വന്ന കമ്പികൾ ഉപയോഗിച്ചിട്ട്, അതായത് മുകളിലേക്ക് വന്ന കമ്പികൾ, ബാക്കി നമ്മൾ കട്ട് ചെയ്ത കമ്പികളൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ ഒരു കമ്പികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓൺലൈനിൽ നോക്കിയിട്ട് അതേപോലെ തന്നെ അല്ലേ 4 ഭാഗത്തേക്കും തള്ളി പുറത്തേക്ക് എടുക്കുന്ന രീതിയിലുള്ള 4 ചെയറുകളാണ്. ഇത് ശരിക്കും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത്ര കനത്തിലുള്ള കമ്പി ഇതിന് ആവശ്യമില്ല. ഇത് നമ്മുടെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്ന കമ്പി ഉപയോഗിച്ച് ചെയ്തതാണ്. ശരിക്കും ഇത് 1.25 അങ്ങനത്തെ കമ്പി മതി. അത്ര സ്ക്വയർ പൈപ്പൊക്കെ വാങ്ങിയാൽ മതി. ഇതെന്തായാലും നമുക്ക് വലിയ യൂസേജ് തന്നെയാണ്. നല്ല ഒരുപാട്
യൂസേജ് ഞാൻ കാണിച്ചാൽ ഇതിപ്പോൾ ഒരു ഇതിവിടെ ഇട്ടു, അതിന് ശേഷം അതേ ഡിസൈൻ തന്നെ വേറൊന്നും കൂടി ഇട്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ ശരിക്കും ഇതൊരു സോഫ സെറ്റിയുടെ ആ ഒരു യൂസേജ് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അല്ലേ, ഇതിപ്പോൾ ഒരു സെറ്റി എന്നുള്ള യൂസേജ് വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഡൈനിങ്ങിൻ്റെ ചെയറായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതായത് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. കൈ വെക്കേണ്ടവർക്ക് കൈ വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കൈ നല്ല എന്താ പറയുക, ഹാൻഡ് റെസ്റ്റൊക്കെ നല്ല അടിപൊളി റെസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ അടിയിൽ നമ്മൾ ബുഷ് കൊടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ടൈല് ഇത് തള്ളിക്കഴിഞ്ഞാലൊന്നും വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇതിൻ്റെ ഡൈനിങ് ടേബിൾ നിങ്ങൾ കണ്ടില്ലേ, ഡൈനിങ് ടേബിൾ അടിയിൽ വെറും പൊള്ളയാണ്. നമ്മുടെ ടൈലാണ് ഇട്ടത്. ടൈല് ഇത് 900 രൂപയ്ക്കുള്ള ടൈലാണിത്. 900 രൂപയ്ക്ക് 6x4 ടൈല് നമ്മൾ 4x4 കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ബാക്കി 2 അടിയുടെ പീസ് നമ്മുടെ ഗ്യാസിൻ്റെ ആ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് നമ്മുടെ എന്താ പറയുക, വാഷ് ബേസിനിലേക്കാണ്. വാഷ് ബേസിനും നമ്മൾ ഒരുപാട് എക്സ്പെൻസ് ചെയ്യാതെ, അതായത് വാഷ് ബേസിനൊക്കെ ഒരുപാട് നമ്മൾ പോയി അന്വേഷിച്ചപ്പോഴൊക്കെ ഭയങ്കര എക്സ്പെൻസാണ് ഇതിനൊക്കെ പറഞ്ഞിട്ടുള്ളത്. 5000, 6000, 7000 ഒക്കെയാണ് ഓരോ സ്ഥലത്തും ഇതിനൊക്കെ ഡൈനിങ് അല്ല, ഇതിന് നമ്മുടെ വാഷ് ബേസിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 1800 രൂപയുടെ വാഷ് ബേസിൻ വാങ്ങി. അതുപോലെ നമ്മുടെ ബാക്കി വന്നത്, ഈ ഷെൽഫിനൊക്കെ ബാക്കി വന്ന ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ വീടുകളുടെയൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചു തരാം. പിന്നെ മുകളിലേക്ക് നിങ്ങൾ കണ്ടേ, മുകളിലേക്ക് ഒരു ഷെൽഫ്, അത് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഷെൽഫായിരുന്നു. ആ ഷെൽഫിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് മേലെ 2 ഷെൽഫ്, അതും അതിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഗ്ലാസ് വന്നിട്ടുള്ളത് 3 mm അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കണക്ക്. ഏറ്റവും കനം കുറഞ്ഞതാണ്. കാരണം അത് ഓൾറെഡി അതിൽ ഒട്ടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്കത് വേറെ അതിൽ ടച്ചൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ അത്ര ക്വാണ്ടിറ്റി മതി. അതിന് ഒരു സ്ക്വയർ ഫീറ്റിന് 60 രൂപയായിട്ടാണ്. അങ്ങനെ 4 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 64, 24, 240 രൂപയുടെ ഗ്ലാസ്സാണ് ആ കാണുന്നത്. അത് നിങ്ങൾക്ക് എത്ര ക്വാളിറ്റി കൂടുന്നോ അത്രയും, അതായത് കനം കൂടുന്നതോറും അതിന് എമൗണ്ട് കൂടിക്കൊണ്ടുവരും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ വരുന്നത് നിങ്ങളുടെ ഇതിൻ്റെ ഈ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതല്ലേ ഇങ്ങനെ വരും. അതിപ്പോൾ ഇത് മിന്നി കാണുന്നത് ഇത് വീഡിയോ ആയതുകൊണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ഇത്ര നല്ല ഭംഗിയായിട്ട് തന്നെ കാണും നമുക്കിത്. അതിൻ്റെ ആ ഒരു നമുക്ക് മുഖമൊക്കെ ഫേസ് കാണുന്നതിനൊക്കെ നല്ല സുഖമായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക, ഷെൽഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിരുന്നു. അതായത് സാധാ ഇരുമ്പ് ഉപയോഗിച്ചിട്ട്, അതായത് മുകളിൽ മൊത്തം ഈ ഒരു ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്ത് പണിക്കൂലി അടക്കം 5000 രൂപ വന്നിട്ടുള്ളൂ. അതെന്നോട് പലരും ചോദിച്ചിരുന്നു അതെങ്ങനെയാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത്. അത് വേറൊന്നും ചെയ്തതല്ല, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഫ്രെയിം അല്ലേ, ഇതിൻ്റെ ഫ്രെയിം നമ്മുടെ സാധാ GI പൈപ്പാണ്. GI പൈപ്പ് ഇതെല്ലാം നമ്മൾ സെക്കൻഡ് GI പൈപ്പ് വാങ്ങിയിട്ടുള്ള. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനം തന്നെയാണ് പൈപ്പ്. അത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. പൈപ്പിനൊന്നും ക്വാളിറ്റിയിൽ യാതൊരു കുറവുമില്ല. പക്ഷേ നമ്മളത് 1 കിലോന് നമുക്ക് പുറത്ത് നമ്മൾ 85 രൂപയൊക്കെ കൊടുക്കുന്ന കമ്പിക്ക് നമ്മൾ സെക്കൻഡ് കടയിൽ നമ്മൾ 38 രൂപ 39 രൂപയൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അത് പകുതിയുടെ അടുത്ത് അതിന് എമൗണ്ട് കുറയും. പിന്നെ നമ്മൾ ചില കമ്പികളൊക്കെ നമ്മൾ കിട്ടാത്ത കമ്പികളൊക്കെ നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ട്. എന്തെന്നെ വന്നാലും എനിക്ക് പണിക്കൂലി അടക്കം ഏകദേശം ഒരു 5 രൂപ 6 രൂപേൻ്റെ അടുത്ത് 5 രൂപ തന്നെ വന്നിട്ടുള്ളൂ. അത്ര എക്സ്പെൻസ് ആയിട്ടുള്ളൂ. ഈ ഷീറ്റിന് നമ്മൾ ഒരു 8x4 ഒരു ഷീറ്റിന് 2400 രൂപയാണ് എക്സ്പെൻസ് വരുന്നത്. അത് ഒരു ഷീറ്റിന് കറക്റ്റ് നമുക്ക് ഒരു ഷീറ്റ് മൊത്തത്തിൽ ഒരു ഷെൽഫിന് മൊത്തമായിട്ടുണ്ടാവും. ബാക്കി ഒരു ഷീറ്റ് 1-2 ഷീറ്റ് ചെറിയൊരു ബാക്കി നമ്മളെ കയ്യിൽ കിട്ടും. ഇവിടെ താഴത്ത് നമ്മൾ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ജനലിൻ്റെ കാര്യങ്ങൾ GI പൈപ്പിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫ്രെയിമായിട്ട് കൊടുത്തു. അതേപോലെ അതിൻ്റെ സ്ലൈഡിങ് ഡോറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ നല്ല കാറ്റ് കിട്ടുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് കാറ്റ് കിട്ടുന്നൊരു ഏരിയ ആയതുകൊണ്ട് നമ്മളത് യൂസേജ് ഉള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഗ്യാസ് വെക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ ഒരു ഭാഗം രണ്ടും അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കാറ്റ് കയറും. പിന്നെ നമ്മൾ ഇവിടെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് മോഡുലാർ കിച്ചന് പകരം നമ്മളിവിടെ ഒരു മോഡുലാർ കിച്ചൺ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നമ്മുടെ സാധാ എക്സോസ്റ്റ് ഫാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നിങ്ങൾ കാണുന്നത് ആ ഒരു റൗണ്ട് നമുക്ക് കിട്ടിയിരുന്നില്ല. അതായത് എക്സോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ റൗണ്ട് നമുക്ക് എവിടെയും കിട്ടിയില്ല. അതിൽ നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ വേറൊന്നുമില്ല, നമ്മുടെ അടുത്തുണ്ടായിരുന്ന പുതിയൊരു ബക്കറ്റ് എടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ആണ് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് ഇവിടെ ഫാന് കറങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൻ്റെ അപ്പുറത്തുള്ള പ്ലാസ്റ്റിക് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് ബക്കറ്റാണ്, സാധാ നമ്മുടെ പെയിൻറ്റിൻ്റെ ബക്കറ്റ്. അതിൻ്റെ തലയും വാലും കട്ട് ചെയ്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുള്ളത്. ഇതൊരു ബോക്സായിട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട്. വി ബോർഡ് കൊണ്ട് ഇവിടെ ഒരു ബോക്സാക്കി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുക ഇതിലേക്ക് കയറി നേരെ പുറത്തേക്ക് പോകും. അതിൻ്റെ ബോക്സ് ഞാൻ കാണിച്ചു തരാം. അല്ലേ, ഇതൊരു ബോക്സായിട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അതിൻ്റെ ഒരു സ്റ്റിക്കർ വെറുതെ ഒട്ടിച്ചെന്നുള്ളൂ. സാധാ ഒരു ബോക്സ് അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതെന്തായാലും ഇവിടെ എന്തുണ്ടാക്കുകയാണെങ്കിലും, മീൻ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഓപ്പൺ കിച്ചൺ കൊടുത്തുകൊണ്ട് എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഫാൻ എക്സോസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പുകയും പൊടികളൊന്നും ഇവിടെ വരില്ല. അത് നമുക്ക് വലിയൊരു ഉപകാരമാണ്. എനിക്കിതുവരെ അതൊരു വിഷയമായിട്ട് മാറിയില്ല. നമ്മൾ മോഡുലാർ കിച്ചണൊക്കെ എക്സ്പെൻസ് കൊടുത്ത് ചെയ്യുമ്പോൾ ഒരു 10-30,000 റുപ്യ കൊടുത്ത് അല്ലെങ്കിൽ 16,000 17,000 കൊടുത്ത് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ വീട്ടിൽ ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇടുക. ഇതിപ്പോൾ ഞാൻ ചെയ്ത് തന്നെ കറക്റ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകൾ ഉപയോഗിക്കാം. എക്സ്പെൻസ് കുറച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്, സാമ്പത്തികം ഒരുപാട് ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. സാധാരണ ഒരു വീട് ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മുകളിൽ മൊത്തം നമ്മൾ മച്ചാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ എല്ലാ ഏരിയയിലും മച്ചാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോർ റൂമായിട്ട് നമുക്ക് ഈ വീട്ടിൽ ഒന്നും ഇല്ല എന്നാരും വിചാരിക്കണം. ഇത്രയും ഏരിയ സ്റ്റോറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. താഴത്തും അതേപോലെ. താഴത്തെ ഷെൽഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. താഴത്തും നല്ല ഫ്രെയിം ചെയ്തിട്ടുള്ള ഷെൽഫുകളാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരു പഴയ വീടുകൾ പൊളിച്ചെടുക്കുന്ന അവിടെ പോയിട്ട് ഇതുണ്ടല്ലേ, ഈ ഫ്രെയിമൊക്കെ സെക്കൻഡാണ്. പക്ഷേ നമുക്കത് ഫ്രഷിൻ്റെ ക്വാളിറ്റി അതിനുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല സാധനം പോയി സെലക്ട് ചെയ്യണം. ഒരു 40,000-40,000 രൂപയുടെ അടുത്തുള്ള പുതിയ ഫ്രെയിമിൻ്റെ സാധനങ്ങൾ നമുക്ക് പഴയ ഒരു വീട് പൊളിച്ചെടുത്ത സമയത്ത് 4,500 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അത്രയും മാറ്റങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് അത്രയും എക്സ്പെൻസ് നമ്മളവിടെ കുറഞ്ഞ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഈ കാണുന്ന ടൈല്, ഇത് 4:2 ടൈലാണ്. ഈ 4:2 ടൈല്, ഇത്രയും ഏരിയ 4:2 ടൈല് നമുക്ക് ഇടാൻ എനിക്ക് വന്നിട്ടുള്ളത് 4,700-4,800 രൂപേൻ്റെ അടുത്താണ് പണിക്കൂലി അടക്കം വന്നിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ടൈലിൻ്റെ പൊട്ട് ഈ ടൈല് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 4:2 ടൈലാണ്. പക്ഷെ അതിൻ്റെ എല്ലാ മൂലയും പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരേ അളവിൽ ഇപ്പോൾ 28 പീസ് ഈ ഒരു ടൈല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുതിയ ടൈൽ തന്നെയാണ്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ടൈലിന് യാതൊരു കോംപ്രമൈസും ഇല്ല. നമ്മളത് പുതിയ ടൈൽ തന്നെയാണ്, പക്ഷെ അതിൻ്റെ മൂല പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ മൂലയും ഒരേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ആകെ 3 പീസാണ് വന്നിട്ടുള്ളത്. പിന്നെ ചുമരും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന പീസാണ് നിങ്ങൾ ആലോചിക്കണം. കാരണം നമ്മുടെ ഒരു വീടിലാണെങ്കിലും കട്ട് ചെയ്യാതെ ടൈല് നമ്മൾ അവിടെ ഇവിടെ ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ആ ഒരു ഏരിയയ്ക്കൊക്കെ ആവശ്യം കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും എക്സ്പെൻസ് കുറയും. ഒരു പീസിന് നമുക്ക് 150 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കിന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 370-380 രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് വരും. ഇതേ ടൈൽ തന്നെ നമ്മൾ ഒറിജിനലും നോക്കിയിട്ടുണ്ട്, പൊട്ടിയത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം. നമുക്ക് എക്സ്പെൻസ് എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കുറച്ചിട്ടുണ്ട്. അതായത് ഉഡായിപ്പിൽ കുറയ്ക്കുക എന്നല്ല പറയുന്നത്. അതായത് എക്സ്പെൻസ് കുറയ്ക്കുന്നതിൽ നമ്മൾ കള്ളത്തരം കാട്ടിയിട്ടല്ല, അതായത് ഒരു ക്വാളിറ്റി കുറച്ചിട്ടല്ല, നമുക്ക് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഓപ്പൺ കിച്ചണും അതേപോലെ തന്നെ ചെയ്തിട്ടുള്ളത്, അതേ ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് 150-300 പണിക്കൂലി അടക്കം ഒരു 600-700 റുപ്യേൻ്റെ അടുത്തേ വരുള്ളൂ. കാരണം ഒരു മണിക്കൂറിൻ്റെ പണിയില്ല ഇത് മൊത്തം ടൈലൊട്ടിക്കാൻ, 1.5 മണിക്കൂർ. ഇനിയിപ്പോൾ അങ്ങനെ കൂട്ടി പറയുകയാണെങ്കിൽ തന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ പണി കൂട്ടിയാലും അത്രയ്ക്ക് എക്സ്പെൻസ് വരുള്ളൂ. 1000 റുപ്യേൻ്റെ മേലേക്കൊന്നും ഇത്രയും ഏരിയ കവർ ചെയ്യാൻ വരില്ല. അതൊക്കെ നമ്മൾ ആദ്യമേ നോക്കിയിരുന്നു. ഒരുപാട് എക്സ്പെൻസ് ആക്കരുത്, വീട്ടിൽ അനാവശ്യമായിട്ട് ചിലവ് ഉണ്ടാക്കരുത്. കാരണം ഇതൊക്കെ വീട് പണി കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. ഒരു വീട് പണി കഴിയുമ്പോൾ എല്ലാവരും പറയും വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പണി എടുക്കില്ല എന്ന് പറയും. അത് സത്യാവസ്ഥയുള്ള കാര്യമാണ്. കാരണം നമ്മളിത് എല്ലാവരും വീട് ഉണ്ടാക്കിയിട്ട് നമ്മൾ പല കാര്യങ്ങളും പലരും കാണട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് പലരും ചെയ്യുന്നത്.
അതിൻ്റെ ഒരു 1-2 വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു, നമ്മുടെ ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് കയറി കാണുക. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ എക്സ്പെൻസ് എവിടെയൊക്കെ പോകുന്നുണ്ട്, എന്തിലൊക്കെയാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെയൊക്കെ കുറേ വീഡിയോസ് നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഞാൻ പിന്നെയും പറയുന്നത്, പുതിയ ഒരു വീട് ഇഷ്ടത്തോടു കൂടിയാണ് പലരും ഉണ്ടാക്കുന്നത്. പലരും ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എക്സ്പെൻസ് കുറേ ചിലവാക്കാത്ത രീതിയിൽ, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രം ചിലവാക്കിയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് നാളെ നമ്മൾ തന്നെ തിരിച്ചടയ്ക്കേണ്ട ഒരു ലോൺ എമൗണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയാനുള്ള മെയിൻ കാരണം. എന്തായാലും ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.